കുട്ടീനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. ഞാനിത് ഇത്ര ക്രമമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കഴിക്കണം, കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. കൊച്ചിയിലുള്ള ചായ കപ്പലിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു സ്റ്റാർബക്സ് ഒക്കെയാണ് ഞങ്ങളുടെ ഡ്രീം. അവർ കോഫി ഫോക്കസ് ചെയ്ത് നമുക്കൊരു ചായ ഫോക്കസ് ചെയ്താലും. കോട്ടയംകാർ ഭയങ്കര സപ്പോർട്ടാണ്. ചായലുമൊക്കെ കഴിക്കൂ, കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ഞങ്ങൾ രണ്ടുപേരും അബ്രോഡായിരുന്നു, രണ്ടുപേരും രണ്ട് രാജ്യത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരണം, നാട്ടിലെന്ന് എന്തെങ്കിലും ഒരുമിച്ച് ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോൾ ആദ്യം ഞങ്ങൾക്ക് വന്നത്, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെന്നാൽ കുക്ക് ചെയ്യാം, ആൾക്ക് മാനേജ് ചെയ്യാനും ആൾക്കാരൊക്കെ ഡീൽ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്തുകൊണ്ട് തുടങ്ങിക്കൂടെ അയച്ചിട്ടാണ് ഇത് സംഭവം തുടങ്ങിയത്. ഇന്ന് രാവിലെ ഇറങ്ങി, 6 മണിക്ക് ഇറങ്ങി. നേരത്തെ ബുക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് സ്കാനർ കാത്തുനിന്നു. അല്ല, നമ്മൾ വന്നപ്പോ തിരക്കായി. 4 മണിക്ക് ഇവര് എത്തുന്ന പറഞ്ഞ ആ സമയത്ത് തിരക്കായിരുന്നു. നിശ്ചയം നോക്കി വന്ന ഞാൻ ഇടച്ചിറന്ന് വരാം. കണ്ടിട്ട് വന്ന വൈഫ് അവിടെ നിൽപ്പുണ്ട് കുറച്ച് നേരം. നല്ല തിരക്കാ. നമ്മ ഒരു 4K എത്തിയതാ. 1 മണിക്കൂർ കഴിച്ചു. എനിക്ക് പേഴ്സണലി ചായയിൽ മുക്കി കഴിക്കുമ്പോൾ ആ ഫ്ലേവർ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത പോലെ തോന്നും. കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് മുക്കുമ്പോഴാണ് ആ ഒരു രസമെന്ന്. പക്ഷെ കുറേ പേര് അല്ലാണ്ടും തന്നെ കഴിക്കാനും രസമുണ്ടെന്ന് പറയും. കാരണം മധുരം കുറവായിട്ടുള്ള ഇഷ്ടമുള്ളവർക്ക് അതും ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ ഇനിയിപ്പം മറ്റേത് ട്രൈ ചെയ്യാണ്ട് വിട്ടുപോകേണ്ട വെച്ചിട്ട് പറയുന്നതാണ് ചായയിൽ മുക്കി കഴിക്കണം, കഴിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന്. ഒരു സ്റ്റാർബക്സ് ഒക്കെയാണ് ഞങ്ങളുടെ ഡ്രീം. അവർ കോഫി ഫോക്കസ് ചെയ്ത് നമുക്കൊരു ചായ ഫോക്കസ് ചെയ്താലും. കൊച്ചിയിലുള്ള ചായ കപ്പലിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് അവർ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കൊന്ന് ജസ്റ്റ് വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞ് വൈഫ് അത് വീട്ടിലുണ്ടാക്കി. ആദ്യം നമ്മൾ അച്ഛനും അമ്മയ്ക്കായിരുന്നു കൊടുത്തത്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പുറത്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ വന്ന് ജസ്റ്റ് ചെയ്തതാണ്. ആദ്യം ഒരു 10 എണ്ണമാണ് നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, കഴിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. നമുക്കിത് തുടങ്ങിയ സമയത്ത് കോട്ടയത്തെ ആൾക്കാർ എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ 10 എണ്ണം കൊണ്ടുവന്നത്. കൊച്ചിയിലെ പോലെ അല്ലല്ലോ നമുക്ക് കോട്ടയം. അപ്പം നമ്മളത് എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഇന്ന് 400 എണ്ണത്തോളം ഇന്ന് ഒരു 3:30 തൊട്ടിട്ട് 6 മണിക്കുള്ളിൽ തീർന്നായിരുന്നു. അപ്പം നമ്മൾ കോട്ടയംകാർ ഭയങ്കര സപ്പോർട്ടാണ്.